ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തീപിടുത്ത ദുരന്തമാണ് കുവൈറ്റിലുണ്ടായതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെ പ്രവർത്തിച്ചതുകൊണ്ട് ദുരന്തം ഇത്ര രൂക്ഷമാകാൻ കാരണം എന്നാണ് വിവരം. തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്ന് ഇപ്പോഴും ആശങ്കയുണ്ട്. ഐഷത്തുൽ ഷംന ചേരുന്നു വിവരങ്ങളുമായി. ഷംന, ഈ തീപിടുത്തം ഏത് രീതിയിലുണ്ടായി, ഒപ്പം ഇതെങ്ങനെയാണ് ഈ ബിൽഡിംഗിലേക്ക് തീ പടർന്നതെന്നൊക്കെയുള്ള ആശങ്ക ഇപ്പോഴുമുണ്ട്. എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ, എങ്ങനെയാണ് അതിനെ വിശദീകരിക്കുക പ്രേക്ഷകർക്കായി? അശ്വതി, തീർച്ചയായും ഈ തീപിടുത്തത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത വന്നിട്ടില്ലെങ്കിൽ പോലും ഇതാണ് ആ കെട്ടിടത്തിന്റെ ബേസ്മെന്റ് നില. ഇവിടെയാണ് തീപിടുത്തം ഉണ്ടായത്. ഈ ഒരു മേഖലയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇതൊരു കുക്കിംഗ് ഏരിയ എന്ന് കരുതപ്പെടുന്ന ഈ ബേസ്മെന്റ് നിലയിൽ തീ പടരുകയായിരുന്നു. പിന്നീട് അത് മുകളിലോട്ട് ഈ നിലയിൽ തന്നെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് വ്യാപിച്ചു. പിന്നീടാണ് അത് കെട്ടിടത്തിന്റെ മുകളിലോട്ട് വ്യാപിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഒരുപാട് ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ട്. ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടറിലേക്ക് തീ പടർന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ചെറിയ ഗ്യാസ് കുറ്റികളൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം പിന്നീടാണ് ഈ ബേസ്മെന്റ് നിലയിൽ നിന്ന് മറ്റു നിലകളിലേക്ക്, മുകൾ നിലകളിലേക്ക് തീയും പുകയൊക്കെ പടർന്നത്. ഇത്തരത്തിൽ എല്ലാ ഭാഗത്തേക്കും പുക ഉയർന്നതോടുകൂടി അങ്ങനെയാണ് കൂടുതൽ പേരും മരണപ്പെട്ടത്. ഈ പുക ശ്വസിച്ചാണ് കൂടുതൽ പേർ മരണപ്പെട്ടത്. നമുക്ക് നോക്കിയാൽ കാണാം, ഈ ബേസ്മെന്റ് നില ഒന്നാകെ തീ പടരുന്നു. പിന്നീട് ഓരോ ഭാഗങ്ങളിലായിട്ട് മുകൾ നിലയിലേക്ക് തീയെത്തുന്നു. കുറച്ചുകൂടി വ്യക്തമായി ഈ ചിത്രം നോക്കുകയാണെങ്കിൽ 7 നില കെട്ടിടമുള്ള ഈ കെട്ടിടത്തിൽ 7 നിലയുള്ള ഈ കെട്ടിടത്തിൽ എല്ലാ ഭാഗങ്ങളിലൂടെയും തീയും പുകയും ഉയർന്ന ഒരു ദൃശ്യങ്ങളായിരുന്നു പിന്നീട് കണ്ടത്. അങ്ങനെ ഈ എല്ലാ ഭാഗത്തു നിന്നും പുക വന്നു, തീ വന്നതോടുകൂടിയാണ് മുകൾ നിലയിലുള്ളവർക്ക് പോലും രക്ഷപ്പെടാനാവാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. തീപിടുത്തം ഉണ്ടായ സമയത്ത് ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, ഏറ്റവും മുകളിലെ നിലയിലേക്ക് വരെ ഈ പുക ഉയർന്നിരുന്നു. അങ്ങനെ തന്നെ ശ്വാസം മുട്ടിയാണ് മരിച്ചത്. എന്തായാലും അപകട കാരണം വ്യക്തമായിട്ടില്ലെങ്കിൽ പോലും താഴത്തെ നിലയിലുള്ള ഗ്യാസ് കുറ്റികളിലൊക്കെ തീ പടർന്ന് അത് പൊട്ടിത്തെറിച്ചാണ് ഇത്തരത്തിൽ ഒരു കൂടുതൽ വലിയ വ്യാപ്തിയിലോട്ട് ഈ ദുരന്തം എത്തിയത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ സമയം കൂടിയാണ് 3 മണി എന്ന് പറയുമ്പോൾ അത്രത്തോളം ഉറക്കത്തിലായിരിക്കും എല്ലാവരും. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചത്. ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. കുവൈറ്റ് ദുരന്തത്തിന്റെ